ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. തിരിച്ചും രണ്ട് അൺബോക്സിങ്. ഇത് കാറാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ഡയറോമാണ്, ഒരു സൂപ്പർ ഡയറോമാണ്. ഇതൊരു ചെറിയ നമ്മുടെ മിനി ജി ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലോട്ട് പോവാം. ആദ്യം നമുക്ക് മിനി ജി ടീനെ തന്നെ കാണാം. അവനെ കാണാൻ ധൃതിയായിട്ട് വയ്യ എനിക്ക്. അപ്പോൾ ഇത് നമ്മുടെ ടൂണി വീൽസ് എന്ന് പറഞ്ഞ ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ടൂണി വീൽസിൻ്റെ ഒരു താങ്ക് യു ഇതിൽ തന്നെ കാണാം. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണ്ടവർ ഇൻസ്റ്റാ ലിങ്കും വാട്സപ്പ് നമ്പറും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ടൂണി വീൽസിൻ്റെയാണ്. നോക്കിനി ബാക്കി സാധനം പെട്ടെന്ന് തന്നെ നോക്കാം. നല്ല സൂപ്പർ പാക്കിംഗ് ഒക്കെ ആയിരുന്നു. സാധനത്തിന് ഒരു അനക്കം പോലും തട്ടിയിട്ടില്ല, അത്ര നല്ല പാക്കിംഗ് ആയിരുന്നു. ഇതാണ് നമ്മുടെ മിനി ജി ടിയുടെ ബുഗാട്ടി ഷിറോൺ. നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇവൻ്റെ മാനുഫാക്ചറിങ് 2022 ആണ്, മന്ത് ആൻഡ് ഇയർ. പക്ഷേ ഒരു ഇതെന്തെന്ന് വെച്ചാൽ എനിക്കിത് MRPയിൽ തന്നെ കിട്ടി. അത് വലിയൊരു കാര്യമാണ്. കാരണം സാധാരണ ഇങ്ങനെ 2022 മോഡൽസ് ഒന്നും MRPയിൽ കിട്ടുന്നത് ഭയങ്കര കഷ്ടമാണ്. മിനി ജി ടിയുടെ ഇവനാണ് നമ്മുടെ ബുഗാട്ടി ഷിറോൺ. നല്ല സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിലിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട് കാണാൻ. എനിക്ക് ഈ ബുഗാട്ടിയുടെ ഫേസ് കാണുമ്പോൾ ഒരു മിക്കിയുടെ ഒക്കെ ഒരു ഓർമ്മ വരും. എന്താണെന്നറിയില്ല, ഈ മൂക്കും കണ്ണും ഒക്കെ എന്തോ ഒരു നമ്മുടെ പഴയ കാർട്ടൂൺ മിക്കി മൗസിൻ്റെ ഒരു ദേഷ്യമുള്ളൊരു ഫേസ് ഓർത്ത് നോക്കി ഇതുപോലെ ഉണ്ടാവും കാണാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മോൻ അവിടെ നിന്ന് എന്നോട് ദേഷ്യപ്പെടുവാണ് മിക്കിയായിട്ട് കമ്പയർ ചെയ്തതിന്. വേറെ അങ്ങനെ പറയാൻ ഒന്നും തന്നെയില്ല. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബുഗാട്ടി ഷിറോൺ, അത്രയേ ഉള്ളൂ. ഡീറ്റെയിലിംഗ് ആസ് യൂഷ്വൽ മിനി ജി ടിയുടെ പറയാൻ വേണ്ട നല്ല ഡീറ്റെയിലിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. താഴെ ഇതാണ്. വേറെ അത്രയായിട്ടും ഒന്നും പറയാനൊന്നുമില്ല എനിക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുഗാട്ടി ഷിറോൺ. കാരണം റെയർ ആയതുകൊണ്ട് അത്ര അവൈലബിലിറ്റി ഇല്ലായിരുന്നു. കുറേ നാളായിട്ട് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അത്ര അവൈലബിലിറ്റി ഇല്ലായിരുന്നു സാധനം. പെട്ടെന്ന് സാധനം കിട്ടി, ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ തന്നെ ഓർഡർ ചെയ്യുമായിരുന്നു. സാധനം സൈറ്റിൽ വരികയും ഞങ്ങൾ ഓർഡർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്. സാധാരണ ഈ റേറ്റിൽ MRPയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. 2022 മാനുഫാക്ചറിങ് ആയതുകൊണ്ട്. അപ്പോൾ എന്തോ നമ്മുടെ ഒരു ഭാഗ്യം, സാധനം കിട്ടി. അപ്പോൾ ഇതാണ്. നമുക്കിനി നമ്മുടെ ഗ്രാൻഡ് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇവനാണ് കുറേ നാളുകളുടെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു, നല്ലൊരു ഡയറോമ. മോൻ ഒരുപാട് ഡയറോമാസ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും നമുക്കൊരു നമ്മൾ ഷോയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡയറോമ ആകുമ്പോൾ നമുക്ക് ഡിസ്മാൻറ്റിൽ ചെയ്ത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഡയറോമ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ വേണം ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തുകിട്ടി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. ഇത് എനിക്ക് കൊൽക്കട്ടയിൽ നിന്നാണ് വന്നത്. നമ്മൾ FBയിൽ ഒരാളിൻ്റെ പ്രീ ഓർഡർ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്. FBയിൽ നിന്ന് എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലെജിറ്റ് ആണോ എന്ന് മാത്രം നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് കളിപ്പീര് വരുന്നുണ്ട്, ഒരുപാട് പറ്റിക്കുന്നത് നടക്കുന്നുണ്ട് FBയിൽ. അപ്പോൾ ലെജിറ്റ് ആണോ എന്ന് മാത്രം കൺഫേം ചെയ്ത ശേഷം മാത്രം ഓർഡർ കൊടുക്കുക. എന്തൊരു ഐറ്റത്തിനും ഒരുപാട് വില കുറച്ചും ഒക്കെ നല്ല സൂപ്പർ പാക്കിംഗ് ആണ്, ചോദിക്കേ വേണ്ട. കിലോ കണക്കിനാണ് നമുക്ക് ബബിൾ റാപ്പ് കിട്ടിയിരിക്കുന്നത്.
ഇതാണ് ഡിഫൻസ് 64 മിനിയേച്ചേഴ്സ്. ബാക്കിൽ വാണിംഗ് ഒക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. നമുക്ക് അറിയാൻ നോക്കേണ്ട ആവശ്യമില്ല. കളക്ടേഴ്സ് മോഡൽ, നോട്ട് സൂട്ടബിൾ അണ്ടർ 14 years, അത്രേ ഉള്ളൂ. മെയ്ഡ് ഇൻ ചൈന, അതാണ് മെയിൻ. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാണ് അതിൻ്റെ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബുക്ക്ലെറ്റ് ഉണ്ട്. ബുക്ക്ലെറ്റ് അല്ല, ഒരു പേപ്പർ. ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, വിത്ത് ലൈറ്റ് ആൻഡ് ഓൾ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ഇനി ഇവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഞാൻ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുറേ വണ്ടികളും ഫിഗറും ഒക്കെ വെച്ച് പെട്രോൾ പമ്പിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഷെല്ലിൻ്റെ പെട്രോൾ പമ്പാണ്. മുകളിൽ അടിപൊളിയായിട്ട്, ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കും എന്ന്. അടിപൊളിയായിട്ട് തന്നെ ഇത് ഫിഗർ വെച്ച്, മീൻസ് ഡയറോമ എന്താ പറയുക, സൂപ്പറായിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ BMW റോക്കി ബൈനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പോർഷെ നിർത്തിയിട്ടുണ്ട്. ഒരു ലംബോർഗിനി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയാൽ ഒരു പപ്പിക്കുട്ടൻ നിൽപ്പുണ്ട് അവിടെ. പപ്പിക്കുട്ടന് ഫോക്കസ് ആവുന്നില്ല, ഞാൻ ഫോക്കസ് ചെയ്യാം. ഒരു പപ്പിക്കുട്ടൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ വണ്ടിയുടെ പാനിക്കൽ ബൈക്കിൻ്റെ ഓണർ ചേച്ചി അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഹോണ്ട വണ്ടി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. NSX, ഹോണ്ട NSX അത് ക്ലീൻ ചെയ്യുന്നുണ്ട്, കുറേ പേര് നിന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു മോഡലിനെ പെട്രോൾ പമ്പിൽ ഷെല്ലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനാണ് ഫോട്ടോഗ്രാഫർ മോഡലിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ള വണ്ടി ബുഗാട്ടി ഷിരോൺ. അതിൻ്റെ അപ്പുറം പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു മെക്ലറൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഫുൾ ഇതിൻ്റെ അകത്തുള്ള കട, കമ്പ്യൂട്ടർ, അതൊക്കെ നല്ലപോലെ ഇതാ കമ്പ്യൂട്ടർ കാണാൻ പറ്റും. ആൻഡ് ഷോപ്സിൽ കോഫിയുടെ മെഷീനുണ്ട്, ഫ്രിഡ്ജുണ്ട്, അതുപോലെ എല്ലാം ഒരു ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിലുള്ള ഷോപ്സിൽ പോയാൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത്. ഡയറോമ സൂപ്പറാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് കാണാൻ പറ്റും. ചൈനീസിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റ് എന്നായിരിക്കും മേ ബി എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെ ഒരു ഫയർ ഹൈഡ്രൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയാലാണ് ഇനി ബാക്കി ഷെല്ലിൻ്റെ ഫുൾ അവരുടെ ഓയിലും എഞ്ചിൻ ഓയിലിൻ്റെ ഒക്കെ ആഡ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഹോട്ട് വീൽസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ഷെല്ലിൻ്റെ ഹോട്ട് വീൽസിൻ്റെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഷെല്ലിൻ്റെ ഷോപ്പിൽ പോയാൽ നമുക്ക് അവരുടെ ഫോർമുല റേസിംഗ് കാർസിൻ്റെ ഒക്കെ ഡൈകാസ് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് ബുള്ളിൻ്റെ ഉണ്ട്, കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്.
അതുപോലെ നെസ്ലയുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ അവിടെ ഉണ്ട്. അത് ഡൈകാസ് കാസിൻ്റെ കുറേ ഇരിപ്പുണ്ട് അവിടെ, അതൊക്കെ കാണാൻ പറ്റും. അത്ര അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഫുൾ റെഫ്രിജറേറ്റർ ആണത്. ഫ്രിഡ്ജിലെ സാധനങ്ങൾക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ കാണാൻ പറ്റും. ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡ്സ്, മാസ്റ്റർ കാർഡ്, വിസ കാർഡ്, ഡിസ്കവറി, അതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോക്ക് കാണാൻ പറ്റും. ക്ലോക്കിൽ ടൈം ഇപ്പോൾ 10:10. അത്രയും മൈന്യൂട്ടിലെ ഡീറ്റെയിലിംഗ് പോലും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഏറ്റവും രസം. നമുക്ക് ആ ഫുൾ വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷേ ക്ലോസപ്പിൽ എടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും അറിയാൻ പറ്റും. ഒരു പെട്രോൾ പമ്പ് എങ്ങനെയോ അതുപോലെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ ഡയറോമയും പിന്നെ ബുഗാട്ടി ചിറോണും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ബെൽ ബട്ടനും അടിച്ചു പൊട്ടിക്കണം. ആൻഡ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്